കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദയും അശ്വിനൊക്കെ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്തിന് സുനന്ദയുടെ മനസ്സിൽ വല്ലാതെ വിഷമം പിടികൂടുന്നുണ്ട്. സുഭാഷേട്ടനെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് വല്ലാത്തൊരു അസ്വസ്ഥത. എന്താണെന്നൊന്നും അറിയില്ല. സുനന്ദ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിച്ച് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അശ്വിൻ അരികിലിരുന്ന് വന്നിരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു, അല്ല എന്തു പറ്റി, മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നല്ലോ എന്ന്. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് സുനന്ദ ഒഴിഞ്ഞു മാറിയെങ്കിലും അശ്വിൻ വിട്ടില്ല. അല്ല എന്തോ കാര്യമായിട്ടുണ്ട്, എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ എന്ന് അവൻ നിർബന്ധിച്ചു. അത് കേട്ടപ്പോൾ സുനന്ദ പറഞ്ഞു, അല്ല അത് പിന്നെ നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവല്ലേ, അപ്പോൾ ഈ വീടും മുറിയൊക്കെ എനിക്ക് ഭയങ്കര അങ്ങ് മിസ് ചെയ്യും. അതൊക്കെ ഓർത്തപ്പോൾ സങ്കടം വന്നതാണെന്ന് പറയും. ഇനി ഈ ഒരു രാത്രി കൂടിയല്ലേ നമുക്കിവിടെയുള്ളൂ. ഓ അതാണോ കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ തന്നെ വന്നു നിന്നോ, അതിനെനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാനെന്ന് അശ്വിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുനന്ദക്ക് ചെറിയൊരു സമാധാനമായി. എന്നാലും സുനന്ദയുടെ മനസ്സിൽ സുഭാഷേട്ടൻ്റെ വീട്ടിൽ പോയ ആ ഒരു കാര്യങ്ങളൊക്കെയായിരുന്നു വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം സുനന്ദയും അശ്വിനും പോവാനായിട്ട് റെഡിയാവാണ്. ഈ സമയത്തന്നെ ബാഗും സാധനങ്ങളൊക്കെ ലളിതയും തനയനൊക്കെ ചേർന്ന് കാറിനകത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ പോവാൻ നേരത്തെ യാത്ര പറയാണ്. സുനന്ദയുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടെ തന്നെ ലളിത പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം കേട്ടോ, നല്ല രീതിയിൽ വേണം അവരോടൊക്കെ പെരുമാറാൻ. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും വളരെ മര്യാദക്ക് തന്നെ നിൽക്കണം. എൻ്റെ വളർത്തുദോഷമാണെന്ന് ഒരിക്കലും ആരും കൊണ്ട് പറയിപ്പിക്കരുത്. ഇതെല്ലാം കേട്ട സുനന്ദ ശരിയെന്ന് മാത്രം പറയാണ്. അന്നേരം ലളിതയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. തനയനും കരയുന്നുണ്ട്. അപ്പോഴാണ് സുനന്ദ ഗംഗാധരൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നത്, അമ്മാവ കൃത്യസമയത്ത് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് മരുന്നൊന്നും കഴിക്കാൻ വൈകരുത്. ഫുഡ് കഴിച്ച ഉടനെ തന്നെ മരുന്നൊക്കെ കഴിക്കണം, അത് മുടക്കരുത് എന്ന് പറയും. അത് കേട്ടപ്പോൾ ഗംഗാധരന് ഭയങ്കര സങ്കടമായി. മോളെ നീ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊന്നിനെക്കുറിച്ചും പേടിയുണ്ടായിരുന്നില്ല, പക്ഷേ ഇനി നീ ഇല്ലാതായതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാരമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സുനന്ദ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴും അശ്വിനോട് ലളിത പറയുന്നുണ്ട്, കണ്ടില്ലേ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇത്രയും കാലം അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അവളായിരുന്നു. മരുന്നൊക്കെ കൃത്യസമയത്ത് എടുത്തു കൊടുക്കുമായിരുന്നു. ഇനി അവൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ ആരാണുള്ളത്? ഒരാൾ വേണ്ടേ എന്നൊക്കെ ലളിത സങ്കടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്നും എപ്പോഴും നിൽക്കാൻ പറ്റുമോ എന്ന് തന്നെയും ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് അവർക്കും തോന്നി. ലളിത വീണ്ടും കരഞ്ഞപ്പോൾ അശ്വിൻ പറഞ്ഞു, സങ്കടപ്പെടേണ്ട അമ്മേ, ഇവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമല്ലോ. പിന്നെ ഞാൻ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവൾ ഇവിടെ വന്ന് നിന്നോട്ടെ. അത് കേട്ടപ്പോൾ വേണ്ട മോനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാരമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നാൽ മതിയെന്ന് ലളിത പറഞ്ഞു. അങ്ങനെ അശ്വിൻ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. ആ സമയത്തിൻ്റെ സുനന്ദ ലളിതയെ നോക്കി. പെട്ടെന്ന് ലളിത സുനന്ദയുടെ കൈ പിടിപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ട്, നിന്റെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീര് പോലും വരുന്നില്ലല്ലോ എന്ന്. അത് കേട്ടപ്പോൾ സുനന്ദ ഒന്ന് അമർത്തി മൂളിയിട്ട് ചോദിച്ചു, ഞാൻ കരയണോ? ഞാൻ കരയുന്നത് കാണാനാണോ അമ്മക്ക് താല്പര്യം? അല്ല മോളെ, നിനക്ക് എവിടെ നിന്ന് പോകുന്നത് സങ്കടമില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുനന്ദ അങ്ങ് പൊട്ടിത്തെറിച്ചു. സങ്കടമോ? ഞാൻ എന്തിനു സങ്കടപ്പെടണം? അമ്മയുടെ ആഗ്രഹം പോലെയല്ലേ എൻ്റെ കല്യാണം നടന്നത്. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരാളെ കൊണ്ട് എന്നെ കെട്ടിപ്പിച്ചു. ഇനി അമ്മ എന്തിനാണ് കരയുന്നത്? ശരിക്കും കരയേണ്ടത് ഞാനല്ലേ? എൻ്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും അമ്മ നടത്തി തന്നിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ലളിത ചോദിച്ചപ്പോൾ സുനന്ദ വിട്ടുകൊടുത്തില്ല. അതെ, ഇത്രയും കാലം അമ്മയുടെ അടി കൊള്ളണമായിരുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് അടി വരും. അത് നടു റോഡിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ശരി. ഇനി ഏതായാലും അമ്മയുടെ കയ്യിൽ നിന്നും എനിക്ക് അടിയൊന്നും വാങ്ങിക്കേണ്ടല്ലോ എന്ന് പറയും. അത് കേട്ടപ്പോൾ ഇടിവേറ്റതുപോലെ തന്നെ ലളിത അങ്ങ് നിന്നുപോയി. അമ്മക്ക് സന്തോഷമായല്ലോ. ഇന്നലെ കൂടി സുഭാഷേട്ടൻ്റെ പേര് പറഞ്ഞ് അമ്മ എന്നെ തലിയില്ലേ. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കൈവിടാൻ പറഞ്ഞ കൂടത്തിന് അവൾ കൈവിടിയിപ്പിച്ച് കാറിലേക്ക് അങ്ങ് കയറി. ലളിതക്ക് ആകെ ടെൻഷനായി അങ്ങ് തറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും പോവാണ്. സുഭാഷേട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സുനന്ദ അങ്ങോട്ടേക്ക് ആകാംക്ഷയോടെ നോക്കി. പക്ഷേ അവിടെ ആരെയും കണ്ടില്ല. എല്ലാവരും അകത്തായിരിക്കും. സുനന്ദക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോഴേക്കും അശ്വിൻ പതുക്കെ സുനന്ദയുടെ കയ്യിൽ പിടിച്ചു. സങ്കടപ്പെടേണ്ട, നിന്റെ കൂടെ ഞാനില്ലേ എന്നൊരാശ്വാസം ആ ഒരു പിടിയിലുണ്ടായിരുന്നു. സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് സങ്കടമൊന്നും ഇല്ല എന്ന്. വീട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ സങ്കടമാണെന്ന് അശ്വിൻ കരുതിയത്. കല്യാണം കഴിഞ്ഞ് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആർക്കായാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് അശ്വിൻ ഇങ്ങനെ വിശ്വസിച്ചു. അതേസമയം സുഭാഷ് നല്ല സന്തോഷത്തിലായിരുന്നു. പാട്ടൊക്കെ വെച്ച് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സുധീഷ് നിധിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ദേ നോക്കിക്കേ നിധി, ഇന്നലെ വരെ ആകെ വിഷമിച്ചിരുന്ന ആളാണ് ഇപ്പോൾ പാട്ടൊക്കെ ആസ്വദിച്ച് കുക്ക് ചെയ്യുന്നത്. നിധി സുധീഷിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ച് മാറ്റിയിട്ട് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സുനന്ദക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയതെന്ന് സുഭാഷേട്ടന് മനസ്സിലായി. കെട്ടിയ ചെക്കൻ നല്ലവനാണെന്നറിഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പകുതി വിഷമം അങ്ങ് മാറി. താൻ സ്നേഹിക്കുന്ന പെണ്ണിന് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം വേറെ എന്താണുള്ളത്?
ഓ അങ്ങനെയാണോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ പിന്നല്ലാതെ എന്ന് നിധി പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ റെഡിയായോ എന്ന്. ആ റെഡിയായി സുഭാഷ് ഏട്ടാ എന്ന് പറയാണ് നിധി. ഭക്ഷണം കഴിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വിശപ്പില്ല എന്ന് പറയണം അവൾ. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സുഭാഷ് നിർബന്ധിച്ചു. സുധീഷ് നിധിയും കൂടി കൊണ്ടാണ് കഴിക്കുന്നത്. ഇന്നാണ് നിധിക്ക് ആ ഒരു HR റൗണ്ടിൻ്റെ ഇൻ്റർവ്യൂ ഉള്ളത്. കമ്പനിയിലേക്ക് പോകാൻ റെഡിയായ നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഞാനും കൂടെ വരണോ എന്ന്. അന്നേരം സുധീഷ് പതുക്കെ പറഞ്ഞു, എന്തിനാ സുഭാഷ് ഏട്ടാ ഇടയ്ക്ക് കല്ലുകടിയായി വരുന്നത്? ഞങ്ങൾ ഒന്നിച്ചൊന്ന് തനിച്ചു പോയിക്കോട്ടെ. എൻ്റെ പ്രണയമൊന്ന് മുന്നോട്ട് പോവണ്ടേ? എവിടെ പോയാലും സുഭാഷ് ഏട്ടനിങ്ങനെ അച്ഛൻ്റെ സ്നേഹം കാണിച്ച് പുറകെ വന്നു കഴിഞ്ഞാൽ ഞാനും നിധിയും പിന്നെ എങ്ങനെയൊന്ന് സെറ്റാവും? അത് കേട്ടപ്പോൾ സുഭാഷിനങ്ങ് ചിരി വന്നു. ശരി ശരി പൊയ്ക്കോ എന്ന് സുഭാഷ് പറഞ്ഞു. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരീഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് തുളച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷ് നിധിക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. നിധി താങ്ക്സും പറഞ്ഞു. എന്നിട്ട് പതുക്കെ ചോദിച്ചു, അല്ല നീതു എന്തു പറയുന്നു എന്ന്? നീതുവിനെ കാണാറുണ്ടോ? അവൾ വരാറുണ്ടോ? പിണക്കമൊക്കെ മാറിയോ എന്ന്? ഹരീഷിനത് കേട്ടപ്പോൾ ആകെ നാണം വന്നു. ആ സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, ആ സമയത്തൊക്കെ അവിടെ എന്ത് ചെയ്യുകയാണ്, സമയം പോയി എന്ന് പറയും. അങ്ങനെ ചീത്ത പറയിപ്പിക്കാതെ വരാൻ പറഞ്ഞപ്പോൾ നിധി കാറിലേക്ക് കയറി. പോകുന്ന വഴിക്ക് തന്നെ സുധീഷ് പറഞ്ഞു, നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന്. ഇനി HR റൗണ്ട് മാത്രമല്ലേ ഉള്ളൂ, ജോലി കിട്ടിയിട്ട് എനിക്ക് കുറേയധികം ആഗ്രഹങ്ങളുണ്ട് എന്ന് പറയാണ് നിധി. നികേഷിന് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം. ബൈക്കോ? ആദ്യ ശമ്പളത്തിന് അത്രയും പൈസ കിട്ടുമോ എന്ന് സുധീഷ് ചോദിച്ചു. ആദ്യ ശമ്പളത്തിനൊന്നും കിട്ടില്ലായിരിക്കും, പക്ഷേ പതുക്കെ പതുക്കെ എല്ലാം സാധിച്ചു കൊടുക്കണം. സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഓ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ലേ എന്ന് സുധീഷ് പരിഭവിച്ചു. എല്ലാവർക്കും കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, പക്ഷേ എന്നെ ഈ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ലല്ലോ. അവരോടുള്ള 4/1 സ്നേഹം എന്നോടില്ലല്ലോ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ സുധീഷിന് കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ എന്ന് നിധി പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മളൊന്നിനും കൊള്ളത്തില്ലല്ലോ എന്ന് സുധീഷ് വെറുതെ അങ്ങ് പറഞ്ഞു. ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ഡെയിലി കൊണ്ടുവിട്ടോട്ടെ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ് നിധി. എന്തിനാണ് കൊണ്ടുവിടുന്നത്? ഞാൻ ടാക്സിയിലേക്ക് പോയിക്കോളാം. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഞാനൊരു സ്കൂട്ടി എടുക്കും. സ്കൂട്ടി എടുത്താൽ പിന്നെ പോവാൻ എളുപ്പമല്ലേ. അതിനുശേഷം ഞാനൊരു കാറ് വാങ്ങിക്കും. കാറൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്നോ എന്തൊരു അന്തസ്സായിരിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ സുധീഷ് പറയുന്നത്, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകണം കേട്ടോ എന്ന് പറയും. നിധി ചോദിക്കുന്നുണ്ട്, സുധീഷിന് സ്വന്തമായിട്ട് കാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ കാറിൽ കയറുന്നത് എന്ന്. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ പരങ്ങി നിൽക്കുകയാണ്. അന്നേരം നിധി അത് കണ്ട് ചിരിച്ചു. അങ്ങനെ കമ്പനിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ പോയിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. വേണ്ട, വെയിറ്റ് ചെയ്യുന്നു വേണ്ട എന്ന് നിധി പറഞ്ഞുവെങ്കിലും നീ പുറത്തിറങ്ങിയിട്ട് സുധീഷ് എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കുമെന്ന് എനിക്കറിയാം. അവൻ പറഞ്ഞു. നിധി ഇൻ്റർവ്യൂവിന് കയറിപ്പോയി. ആ സമയത്തിന് നീതു വർക്ക്ഷോപ്പിലേക്ക് വന്നു. ചന്തു ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? നിങ്ങളുടെ ചേട്ടൻ വന്നില്ലേ എന്ന് നീതു ചോദിച്ചു. ഏത് ചേട്ടൻ എന്ന് ചന്തു ചോദിച്ചപ്പോൾ ഹരീഷേട്ടൻ എന്ന് പറയാണ് നീതു. അദ്ദേഹം വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വരുമോ എന്ന് അവൾ ചോദിക്കാണ്. വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്ന് നീതു പറയും. അപ്പോഴേക്കും ഹരീഷ് വരികയാണ്. എന്താടാ ചന്തു എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ വണ്ടിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിളാണെന്ന് ചന്തു പറഞ്ഞു. ഈ വണ്ടി ഒരിക്കലും നന്നാവുന്ന ലക്ഷണമില്ല എന്ന് ഹരീഷ് തമാശയായി പറഞ്ഞു. എന്താ സ്റ്റാർട്ടാവാത്തത് എന്ന് നീതു ചോദിച്ചപ്പോൾ ഒന്ന് നോക്കിക്കേ എന്ന് ഹരീഷ് പറയാണ്. നോക്കിയപ്പോൾ വണ്ടി അങ്ങ് സ്റ്റാർട്ടായി. ഇതെങ്ങനെ സ്റ്റാർട്ടായി? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് നീതു പറയൂ. സ്റ്റാർട്ടാകുന്ന വണ്ടി കൊണ്ട് പണിയിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ് നീതു. വണ്ടി ഓഫാക്കി വീണ്ടും ഓണാക്കിയപ്പോൾ അത് സ്റ്റാർട്ടാവുന്നില്ല. കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമായില്ലേ എന്ന് നീതു പറഞ്ഞു. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് അവൾ പറഞ്ഞു. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഹരീഷ് പറയും. എഞ്ചിൻ എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഹരീഷ് കള്ളം പറഞ്ഞു. എത്ര സമയം പിടിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. ഇരിക്കാനുണ്ടെങ്കിൽ ഇരിക്കാൻ പറയും. ചന്തുവിനോട് ചായ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറയാണ് നീതു. നീതു ഇടയ്ക്കിടയ്ക്ക് ഹരീഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഹരീഷ് നോക്കുമ്പോൾ അവളുടെ നോട്ടം പെട്ടെന്നങ്ങ് മാറ്റും. ഇന്നെങ്ങാനും ശരിയാവുമോ എന്ന് ചോദിച്ചപ്പോൾ എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, കുറേ സാധനങ്ങൾ അഴിച്ചു മാറ്റാനുണ്ട്, സമയം പിടിക്കുമെന്ന് പറയാണ് ഹരീഷ്. അത്രയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് ചന്തു ചോദിച്ചപ്പോൾ നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ഹരീഷ് അവനെ അങ്ങ് വിരട്ടിക്കൊണ്ട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യേ, വൈകുന്നേരം വന്നാൽ മതിയെന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ അത്രയും നേരം വരാൻ പറ്റില്ല എന്ന് നീതു പറഞ്ഞു. എങ്കിൽ പിന്നെ നാളെ രാവിലെ വന്നാൽ മതിയെന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും 1-2 തവണ വരണമല്ലേ എന്ന് നീതു ചോദിച്ചു. വണ്ടി വേണമെങ്കിൽ വരണമെന്ന് തന്നെ ഹരീഷ് പറയാണ്. ഏതു നേരത്താണെന്നാവോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് എന്ന് നീതു പറഞ്ഞപ്പോൾ നീ വേറെ എവിടെയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടേനെ എന്ന് ഹരീഷ് പറയാണ്. 2 പേർക്കും അറിയാം അവരുടെ ഉള്ളിൽ ഒരുപാടധികം പ്രണയമുണ്ട് എന്ന്. ഹരീഷിനെ ഇങ്ങനെ കാണുമ്പോൾ നീതു അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ചന്തു പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പരസ്പരം അതങ്ങ് പറഞ്ഞാൽ പോരെ, എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചന്തു പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്.
അങ്ങനെ ചന്തു അവിടെ നിന്നും ഇറങ്ങിപ്പോയതോടുകൂടി തന്നെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. ഹരീഷ് വണ്ടിയിൽ എന്തൊക്കെയോ അഴിച്ചു പണിയുന്നതായി അഭിനയിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അപ്പുറത്ത് മാറി നിൽക്കുന്ന നീതുവിലേക്കായിരുന്നു. നീതു ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നത് പോലെ ഭാവിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ഹരീഷിൻ്റെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. എടോ, താൻ ശരിക്കും ഈ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്, അതോ ഒന്ന് കാണാൻ തോന്നുന്നത് കൊണ്ടാണോ എന്ന് ഹരീഷ് പെട്ടെന്നങ്ങ് ചോദിച്ചപ്പോൾ നീതുവിന് ആകെ പരിഭ്രമായി. ഓ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടില്ല, അവൾ മറുപടി പറഞ്ഞുവെങ്കിലും ആ മുഖത്തെ പുഞ്ചിരി അവൾ മറച്ചു വെക്കാനൊന്നും പറ്റുന്നില്ല. വണ്ടി റെഡിയാക്കാൻ ഇനി വൈകുമെന്ന് ഹരീഷ് വീണ്ടും അങ്ങ് തറപ്പിച്ചു പറഞ്ഞതോടുകൂടി തന്നെ ശരി എങ്കിൽ ഞാൻ പോയിക്കോട്ടെ, നാളെ വരാമെന്ന് പറഞ്ഞ് നീതു അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴാണ് ഹരീഷ് പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞത്, നാളെ വരുമ്പോൾ ആ പഴയ പിണക്കങ്ങളൊക്കെ മാറ്റി ആ പഴയ നീതുവായിട്ട് നീ വരണമെന്ന്. അത് കേട്ടപ്പോൾ നീതുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തിരതല്ലി. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. ഇതേ സമയം നിധിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരുമ്പോൾ സുധീഷ് കാറിന് പുറത്ത് ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ആത്മവിശ്വാസം കണ്ടപ്പോൾ തന്നെ സുധീഷിന് കാര്യം മനസ്സിലായി. എന്തായി, ജോലി ഉറപ്പായോ എന്ന് സുധീഷ് ആവേശത്തോട് ചോദിച്ചപ്പോൾ നിധി ചിരിച്ചുകൊണ്ട് തലയാട്ടി. HR റൗണ്ട് കഴിഞ്ഞു, അടുത്ത മാസം മുതൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്ന്. അത് കേട്ടപ്പോൾ സുധീഷ് അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു. ഇത്രയും കാലത്തെ കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ടല്ലോ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ നിധിയുടെ കണ്ണങ്ങ് നിറഞ്ഞു വന്നു. നമുക്ക് ഈ സന്തോഷം സുഭാഷേട്ടനെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നേരിട്ട് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് എത്തിയപ്പോൾ സുഭാഷ് പൂമുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നിധി ഓടിച്ചെന്ന് സുഭാഷേട്ടനെ കാലിൽ തൊട്ട് വന്ദിച്ചു. എനിക്ക് ജോലി കിട്ടി സുഭാഷേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. എൻ്റെ മോൾക്ക് ഇതിലും വലിയ കാര്യങ്ങളൊന്നും ഇനി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവളെ അനുഗ്രഹിച്ചു. അന്ന് രാത്രി സുനന്ദയും അശ്വിനും അവരുടെ പുതിയ വീട്ടിലെത്തിയപ്പോൾ സുനന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിരുന്നു. ലളിതയോട് പകൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അവൾ ആലോചിച്ചു. പക്ഷേ തൻ്റെ ജീവിതം നശിപ്പിച്ചവരോട് ക്ഷമിക്കാൻ അവൾക്ക് പറ്റുമായിരുന്നില്ല. അശ്വിൻ അരികിൽ വന്ന് അവളുടെ തോളിലങ്ങ് കൈവച്ചു. സുനന്ദ, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം, പഴയതൊക്കെ അവിടെ തീർന്നു എന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ അവൾ അയാളെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. സുഭാഷേട്ടനെ സ്നേഹിച്ച ആ സുനന്ദ ഇനിയെങ്കിലും അശ്വിൻ്റെ ഭാര്യയായി അന്തസ്സോടെ ജീവിക്കണമെന്നും അവൾ ഉറപ്പിച്ചു. സുഭാഷിന് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും അവരവരുടെ പുതിയ ലോകത്തേക്ക് ചേക്കേറുമ്പോൾ വിധി അവരെ എവിടെയെല്ലാം എത്തിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിവാഹ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.